ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്ന് 10 മിനിറ്റ്സിൻ്റെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ എപ്പിസോഡിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വർക്കൗട്ട് വിത്ത് മീ എന്ന് പറയുന്ന ഒരു സെഷനും കൂടെയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പിരമിഡ് ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും തീർച്ചയായിട്ടും വർക്കൗട്ട് വിത്ത് മീ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന കുറേ വീഡിയോസിൽ ആഴ്ചകളിൽ വരുന്ന ചില വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് വിത്ത് മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കാരണം ആ കാണിക്കുന്ന വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 5 വർക്കൗട്ട്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സ്പേസ് മാത്രം മതി, ജിമ്മിലോ വീട്ടിലോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 2-3 വേരിയേഷൻസ്, ഇപ്പോൾ ഒരു വർക്കൗട്ട് ഞാൻ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് കൂടെ ഞാൻ കാണിച്ചു തരാം. അത് പ്രോബ്ലി ഇപ്പോൾ മുട്ടുവേദന ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു വേരിയേഷൻ, ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അപ്പോൾ എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ ഒരു എപ്പിസോഡ് എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് സ്പോട്ടിൽ തന്നെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഹൈ നീസാണ്. അപ്പോൾ ബേസിക്കലി ഹൈ നീസ് എന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഇത് ഒരു 15 റെപ്പിറ്റീഷൻ എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിമിൽ ആ ഒരു സ്കീമിൽ തന്നെ ചെയ്യുക. പക്ഷേ ഇതൊരു മുട്ടുവേദന ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ജമ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മുട്ടുവേദന ഉള്ള ഒരാൾക്ക് ഈ ഒരു വേരിയേഷൻ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ചാടണ്ട, വെറുതെ നിന്നിട്ട് ഈ ഒരു വേർഷൻ തന്നെ ചെയ്യാം. അപ്പോൾ മുട്ടുവേദനയോ നടുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ കാലിന് എന്തെങ്കിലും വേദനയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ജമ്പിങ് അവോയ്ഡ് ചെയ്തിട്ട് ഈ വർക്കൗട്ട് 15 റെപ്പിറ്റീഷൻസ് പെർഫോം ചെയ്യാം. അല്ലാത്തവർക്ക് നോർമൽ ഇത് ഒരു 15 റെപ്പിറ്റീഷൻസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഹൈ നീസ് എന്ന് പറയുന്ന വർക്കൗട്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ജമ്പിങ് ജാക്സ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നോർമലി നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ഇതൊരു 15 റെപ്പിറ്റീഷൻസ് എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഇത് ബേസിക്കലി എല്ലാവർക്കും ചെയ്യാവുന്ന വർക്കൗട്ടാണ്. പക്ഷേ മുട്ടുവേദനയോ നടുവേദനയോ അല്ലെങ്കിൽ ടോയിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ പെയിനോ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ വർക്കൗട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ വർക്കൗട്ട് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് നിന്നിട്ട് കണ്ടോ ഈ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ കൊണ്ടുവരിക. അപ്പോൾ വർക്കൗട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ള ഓപ്ഷനല്ല, എങ്ങനെ അതിനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് കൂടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ജമ്പിങ് ജാക്സ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വേർഷനാണ്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് ഈ ഒരു പാറ്റേണിൽ ജമ്പിങ് ജാക്സ് പെർഫോം ചെയ്യാം. അപ്പോൾ ഇത് രണ്ടാമത്തെ വർക്കൗട്ടാണ്. മൂന്നാമത്തെ വർക്കൗട്ട് മൗണ്ടൻ ക്ലൈമ്പിംഗ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. സാധാരണ നമ്മൾ മൗണ്ടൻ ക്ലൈമ്പിംഗ് എന്ന് പറയുന്ന വർക്കൗട്ട് ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഷോൾഡർ ലെവലിന് പാരലായിട്ട് കൈ വെച്ചതിന് ശേഷം ആ ഒരു പുഷപ്പ് ഫോമിൽ നമ്മൾ നിന്നതിന് ശേഷം കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് കയ്യിൽ നിൽക്കാൻ പാടായിട്ടുള്ളവർ എന്ത് ചെയ്യും, അവർക്ക് നമുക്ക് വേറൊരു ഓപ്ഷൻ കൊടുക്കാം. ഫുൾ ബോഡി വെയിറ്റ് കയ്യിലേക്ക് കൊണ്ടുവരണ്ട, പകരം അവരുടെ ഹിപ്പ് റേസ് ചെയ്ത് കാലിനെ മുമ്പോട്ട് കൊണ്ടുവരാം. ഇത് കുറച്ചുകൂടെ ഈസി വേർഷനാണ്. ഇതും പറ്റാത്തവർക്ക് നമുക്ക് വേറൊരു ഓപ്ഷനുണ്ട്. എന്താ ഓപ്ഷൻ? ഏതെങ്കിലും ഒരു ഇൻക്ലൈൻ ആയിട്ടുള്ളൊരു സർഫസ് കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ ബെഡാവാം, ചെയറാവാം, ടേബിളാവാം. ഇപ്പോൾ ഞാൻ ജിമ്മിലാണ് ഉള്ളതുകൊണ്ട് എനിക്ക് ജിമ്മിൽ ഈ ഒരു ബെഞ്ച് യൂസ് ചെയ്യാം. ബെഞ്ചിൽ കൈ കുത്തിയിട്ട് നിങ്ങൾക്ക് മൗണ്ടൻ ക്ലൈമ്പിംഗ് എന്ന് പറയുന്ന വേർഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പറഞ്ഞതുപോലെ വർക്കൗട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വർക്കൗട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു വർക്കൗട്ട് പാറ്റേൺ നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നാലാമതായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നോർമലി നമ്മൾ ത്രസ്റ്റേഴ്സ് ചെയ്യുന്നത് കൈ തറയിൽ കുത്തി, ഇതാണ് ത്രസ്റ്റേഴ്സ്. ഇത് ബർപ്പീസ് അല്ല, ത്രസ്റ്റേഴ്സാണ്. ബർപ്പീസ് ആകുമ്പോൾ നമ്മൾ ചെസ്റ്റ് തറയിൽ ടച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വേർഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ത്രസ്റ്റേഴ്സ്. അപ്പോൾ ഇതും പറഞ്ഞതുപോലെ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഈസി വേർഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം? കണ്ടോ, അവിടെ ജമ്പിങ് എന്നൊരു ആസ്പെക്റ്റിലേക്ക് വന്നില്ല. നമ്മൾ വെറുതെ കൈ തറയിൽ കുത്തി
കാൽ രണ്ട് ബാക്കിൽ വെച്ചു, ഫ്രണ്ടിൽ കൊണ്ടുവന്നു, എണീറ്റു. ജമ്പില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈസി വേർഷൻ. ഇത് തറയിൽ കൈകുത്തി ഇങ്ങനെ എണീക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞതുപോലെ നമുക്കൊരു ഇൻക്ലൈൻ സർഫസിലേക്ക് പോവാം. ഇൻക്ലൈൻ സർഫസിലേക്ക് പോയിട്ട് കൈകുത്തി, കണ്ടോ, ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ നിങ്ങൾക്ക് ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ച 4 വർക്കൗട്ട്സും പറഞ്ഞതുപോലെ നമുക്ക് 15 റെപ്പിറ്റേഷൻസ് വെച്ചിട്ട് 5 റൗണ്ട്. അപ്പോൾ ഇനി ഒരു വർക്കൗട്ടും കൂടെ ഉണ്ട്. ആ വർക്കൗട്ടും കൂടെ ചേർത്ത് 5 വർക്കൗട്ട് നമുക്ക് 15 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 5 റൗണ്ട് 5 പ്രാവശ്യം നമ്മൾ ചെയ്യണം. ലാസ്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്ന വർക്കൗട്ട് സ്കോട്ട് ജമ്പ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. സ്കോട്ട് ജമ്പ് എന്ന് പറയുന്നത് ഒരു സ്കോട്ടും ഒരു ജമ്പും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന വർക്കൗട്ടാണ്. കണ്ടോ, സ്കോട്ടിങ്ങിൻ്റെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ നിന്നു, നമ്മൾ സ്കോട്ട് ചെയ്തു, ജമ്പ് ചെയ്തു. കണ്ടോ, സൈഡ് വേർഷൻ. അപ്പോൾ ഈ കാണിച്ച സ്കോട്ട് ജമ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതെങ്ങനെ ചെയ്യാം? സ്കോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഇത്രയും ഡെപ്തിൽ പോകണമെന്നില്ല, നമ്മളൊരു സെമി സ്കോട്ടിലേക്ക് പോയാൽ മതി. ചാടാൻ പറ്റുന്നില്ല, വേണ്ട, കുഴപ്പമില്ല, പകരം നമ്മൾ കാലിനെ ഒന്ന് ഉയർത്തി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇരുന്നു, കാലിനെ ഉയർത്തി, ജസ്റ്റ് ഒന്ന് ഇരുന്നു, കാലിനെ ഉയർത്തി, അല്ലേ? അപ്പോൾ എക്സസൈസിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അവിടെ നമ്മുടെ പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന് എന്ത് വേണം? നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനറിനെ വേണം, അല്ലേ? അപ്പോൾ നല്ല ട്രെയിനേഴ്സ് ഉള്ള ഒരു ഫെസിലിറ്റി തന്നെയാണ് നമ്മുടെ AFX എന്ന് പറയുന്ന ഫിറ്റ്നസ് സെൻറ്റർ. നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ട്രെയിനേഴ്സ് നമ്മുടെ സെൻറ്ററിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട 5 വർക്കൗട്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ എന്ത് ചെയ്തു? ആദ്യമായിട്ട് നമ്മൾ ഹൈനീസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ജമ്പിങ് ജാക്ക് ചെയ്തു, അതിനുശേഷം മൗണ്ടൻ ക്ലൈമ്പിങ് ചെയ്തു, അതിനുശേഷം നമ്മൾ ത്രസ്റ്റേഴ്സ് ചെയ്തു. 5ാമതായിട്ട് നമ്മൾ കണ്ട വർക്കൗട്ട് എന്ന് പറയുന്നത് സ്കോട്ട് ജമ്പ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഇത് 15 റെപ്പിറ്റീഷൻ്റെ 5 റൗണ്ട് ഈ വർക്കൗട്ട്സ് എല്ലാം ചെയ്യുക. മിനിമം നിങ്ങൾക്കൊരു 10 to 15 മിനിറ്റ്സ് മാത്രമേ ഈ വർക്കൗട്ട് പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വർക്കൗട്ട് വിത്ത് മീ എന്ന് പറയുന്ന ഒരു സെഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ സെഷൻസിനായിട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ AFX ഫിറ്റ്നസ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നവരെ